പറയണത്. സമ്പത്ത്, സൗഭാഗ്യം, സന്താനം ഇതിലുള്ള സ്കിൻ ഡിസീസ് പോലെയുള്ളതൊക്കെ വരുന്നത് നമുക്ക് അറിയുമേ അധമ സർപ്പങ്ങളുടെ ഇതിൽ നിന്നാണ്. ഒരു വിധത്തിലും കരകയറി പോരാൻ പറ്റില്ലെന്ന് അത്രയ്ക്ക് ശക്തിയുള്ളതാണ് സർപ്പങ്ങളുടെ ശാപം. പിന്നെ ഒരു വീട് പണിഞ്ഞു കഴിയുമ്പോൾ അവിടെ സർപ്പക്കാവായിരിക്കും, അറിയാണ്ട് ചെയ്തു പോയതായിരിക്കും, അവിടെ താമസിക്കാൻ പറ്റാണ്ട് വരിക. സർപ്പം നശിച്ചാൽ അത് എല്ലാം നശിക്കുന്നതല്ല, സമ്പത്തും പോകും, സന്തതിയും എല്ലാം, കുടുംബം മുഴുവനും വേരറ്റ് കളയുന്നതാണ് പറയാം. ഇന്ന് നമ്മളുള്ളത് ആമയുടെ ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീ വാസുദേവൻ നമ്പൂതിരിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. പ്രദോഷം എന്നൊരു സംഭവം തിരുമേനിക്കറിയാലോ, അതെന്താണ് ശരിക്കും? ഇത് സർപ്പഹിംസ, സർപ്പാരാധനയിലും നമ്മൾ രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഈ സർപ്പത്തിനെ സാധാരണ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തതി, സമ്പത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുന്നാണ് പറയാ. സമ്പത്ത് കൂടും, ഇത് കൂടും, ഇത് കൂടും, സന്തതിക്ക് മരണങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് പ്രധാനമായിട്ട് നമ്മൾ പണ്ടൊക്കെ കുടുംബങ്ങളിലൊക്കെ വച്ച് ആരാധിച്ചിരിക്കുന്നത് സന്തതിയുടെ വിഷയങ്ങൾക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് സർപ്പക്കാവ്. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ കെട്ടിടം നമ്മൾ പണിയുണ്ടെങ്കിൽ അതിന്റെ ഭൂമിയുടെ അവകാശിയായിട്ടാണ് സർപ്പങ്ങളെ വെച്ചേക്കണേ, കരുതേക്കണം. അപ്പം അവരുടെ മുകളിൽ ഒരു പെര പണിയുമ്പോൾ അവർക്ക് വേറൊരു കാവ്, ഒരു ആവാസ വ്യവസ്ഥ എന്നൊക്കെ നമ്മളിപ്പോൾ പറയും. അതിന് വേറെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് പെര പണിയാൻ നടത്തും. മറ്റു മൃഗങ്ങളും മറ്റു കൃഷികൾക്കും എല്ലാവർക്കും ഒരു സ്ഥലം കൊടുത്തിട്ട് വേണം ചെയ്യാമെന്നാണ് നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ പറയാം. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പെര പണിയാൻ നിശ്ചയിച്ചാൽ ഒരു കാവ് അപ്പുറത്ത്. ആരാധിക്കുന്നതിൻ്റെ വരുന്ന ദുരിതങ്ങൾ വേറെ വിധം, അതായത് സർപ്പ ദുരിതങ്ങളായിട്ട് വരും. അത് ഹിംസാ ദുരിതം എന്ന് പറയും. അതായത് പാമ്പിനെ കൊല്ലുക, സർപ്പക്കാവ് നശിപ്പിക്കുക. ആരാധന മുടങ്ങുന്നത് നശിപ്പിക്കണതിന് തുല്യമാണ്, പക്ഷെ എന്നാലും അത്രയും വരില്ല. പക്ഷെ അതിൽ കയറിയിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഉടച്ചു കളയുക, അതുപോലെയുള്ള മരങ്ങൾ വെട്ടി വിൽക്കുക, അതുപോലെ തന്നെ ജലാശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മൂടിക്കളയുക. ഇതൊക്കെയാണ് സർപ്പഹിംസാ ദുരിതം എന്ന് പറയുന്നത്. അതിനെ കൊല്ലുന്നതിനില്ല. അങ്ങനെയുള്ള അതിനാണ് ഈ കൂടുതൽ ഈ സ്കിൻ ഡിസീസ് പോലെ ഉള്ളതൊക്കെ ആയിട്ട് വരണേന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ ചികിത്സിച്ചാലൊക്കെ മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ വന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ എണ്ണയൊക്കെ പുരട്ടി ഭക്തർ ഇവിടെ വരുന്നത് ധാരാളം വരുന്നുണ്ട്. അത് ഈ സർപ്പഹിംസ കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണോ? ഹിംസകളുണ്ട്, നമ്മൾ അറിയാണ്ട് വരും, അറിയാണ്ട് ചെയ്യുന്നതായിട്ടും വരാം. കാവാന്ന് അറിയാണ്ട് പലപ്പോഴും കയറി എന്തെങ്കിലും വെട്ടോ എന്തെങ്കിലും ചെയ്യുക. അത് നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളുന്നില്ല, വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ പെരുമാറിയാലും വരും. അത് തലമുറകളോളം നിൽക്കുന്നതാണ് പറയണത്. ഇത്ര തലമുറ എന്നൊന്നും പറയണില്ല. ഹിംസാദുരിതം എന്ന് പറയാം. സർപ്പഹിംസ എന്ന് പറഞ്ഞാൽ സർപ്പത്തിനെ കൊല്ലുക, പാമ്പിനെ കൊല്ലുക, സർപ്പപ്രതിഷ്ഠകൾക്ക് ഇത് വരുത്തുക, കാവിൽ കയറി ഇത് അശുദ്ധി വരുത്തുക, നശിപ്പിക്കുക. ഇതെല്ലാം സർപ്പഹിംസ എന്ന് പറയും.